എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 മാസം മുമ്പ് എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളൊരു നറുക്കെടുപ്പ് സിസ്റ്റത്തിലൂടെയാണ് ആ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. ഏകദേശം 6000 കൂപ്പണുകളാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് പകുതിയിലേറെ കൂപ്പണുകൾ സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 30-നായിരുന്നു നറുക്കെടുപ്പ് ഡേറ്റ് വെച്ചിരുന്നതെങ്കിലും നമുക്കത് ഫുള്ളായിട്ട് സെയിലായി കഴിയാത്തതിനാൽ അതിൻ്റെ നറുക്കെടുപ്പ് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ കൂപ്പൺ എടുത്ത ആളുകൾക്കൊക്കെ അതിൻ്റെ വിവരം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂപ്പണിൻ്റെ സെയില് ഒരു 40 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഓഗസ്റ്റ് 10 വരെ ഞാൻ ഈ കൂപ്പണുകൾ സെയിൽ വെക്കും. അതായത് ഓഗസ്റ്റ് 10 കൂടിയിട്ട് കൂപ്പണിൻ്റെ വിൽപ്പന ഞാൻ നിർത്തും. ഇത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് 10 കഴിഞ്ഞ് 11-ാം തീയതി എത്ര കൂപ്പൺ ചിലവായിട്ടുണ്ട് അത് നോക്കിയിട്ട് ഈ ഒരു നറുക്കെടുപ്പിൻ്റെ തീയതി കൂടുതൽ വൈകാതെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഞാൻ വെക്കുന്നതാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ച രീതികൾ കുറേ ഡിഫറൻസിലാണ് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ ഈ നറുക്കെടുപ്പിൽ നിന്നും ഞാൻ പിൻവാങ്ങി ഇതുവരെ കൂപ്പൺ എടുത്തതും ഇനി കൂക്കാൻ ഉദ്ദേശിക്കുന്നതും കൂപ്പൺ എടുക്കുന്നതുമായ എല്ലാവരുടെയും പണം ഞാൻ 1 രൂപ കുറയാതെ തിരിച്ച് നൽകുകയും ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ഇനിയും ഇത് കൂപ്പണുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂപ്പൺ എടുക്കുക, അത് ലാസ്റ്റ് മൂമെന്റിലേക്ക് കാത്തു നിൽക്കാതെ കൂപ്പൺ എടുക്കാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് 10 നമ്മൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വെച്ചിട്ടുള്ളത് എങ്കിലും അതിനു മുമ്പ് നമ്മളുടെ ടാർഗറ്റ് പൂർത്തിയായിട്ട് കൂപ്പണുകളെല്ലാം സെയിലായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നറുക്കെടുപ്പ് നടത്തുന്നതാണ്. അല്ലാത്ത പക്ഷം ഓഗസ്റ്റ് 10 വരെ നോക്കിയിട്ട് നമുക്ക് എത്ര കൂപ്പണുകൾ ചിലവായിട്ടുണ്ട് ആ കൂപ്പണുകൾ നോക്കിയിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നറുക്കെടുപ്പ് നടത്തും. അതല്ല വലിയൊരു വ്യത്യാസത്തിലാണ് ഈ ഒരു കൂപ്പണുകളുടെ സെയിൽ നടന്നിട്ടുള്ളത് എങ്കിൽ ഓഗസ്റ്റ് 10-ന് ശേഷം ഈ പണം തന്നവരുടെ എല്ലാം പണം ഓരോ ദിവസങ്ങളിലായിട്ട് കുറച്ച് പേർക്ക് വെച്ച് ഞാനത് റീഫണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ കൂപ്പൺ റിലേറ്റഡ് ആയിട്ട് നിരവധി പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പല ആളുകളും ഇത് തട്ടിപ്പാണ്, എൻ്റെ സ്ഥലം കാണിച്ചിട്ട് ഞാൻ ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മുങ്ങും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. ഞാൻ ഈ ഒരു കൂപ്പൺ വഴി ഈ ഒരു പ്രോപ്പർട്ടി സെല്ലിങ്ങിന് വെച്ചതിൻ്റെ കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ, ഏകദേശം 3000 കൂടുതൽ ആളുകൾ ഈ കൂപ്പൺ എടുത്തിട്ടുണ്ട്. കുറെ പേര് സംശയം കാരണവും അതുപോലെ തന്നെ പറ്റിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി കാരണവും ഇത് എടുക്കാതെ നിൽക്കുന്നവരുമുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നില്ല. ഞാൻ അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വിശ്വാസവും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ പങ്കെടുക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് ഇതിൽ നന്ദി പറയാനുള്ളത്, ഞാനുമായിട്ട് ബന്ധമില്ലാത്ത, എന്നെ പരിചയമില്ലാത്ത, എൻ്റെ വീഡിയോ കണ്ട് മാത്രം എന്നോട് സഹകരിച്ച ആളുകളാണ് ഇതിൽ 90%. അപ്പോൾ ഞാൻ ഒരിക്കലും അവരുടെ വിശ്വാസത്തിന് യാതൊരു കളങ്കവും വരുത്തുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. വളരെ മാന്യമായ രീതിയിൽ തന്നെ ഈ നറുക്കെടുപ്പ് നടക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇത് ഒരു ചാരിറ്റിപരമായിട്ട് നിങ്ങൾ കാണരുത്. പല ആളുകളും ആ ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഞാൻ ആളുകളുടെ അടുത്ത് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനും വേണ്ടിയിട്ട് അവരോട് ആളുകളുടെ അടുത്തുനിന്ന് പണം കളക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലുമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ ഏകദേശം 70 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത്. അതിൽ നിങ്ങൾ ചിലവാക്കുന്ന 1000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരുന്നുണ്ട്. അത് എല്ലാവർക്കും ആ ചാൻസ് കിട്ടൂല. അതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ പ്രോപ്പർട്ടി. ഏകദേശം 60 ലക്ഷം രൂപ എനിക്ക് വന്നു കഴിഞ്ഞാലേ ഞാനൊരു എൻ്റെ പ്രോപ്പർട്ടിയുടെ ഏകദേശം വില, അത്രയും വരില്ലെങ്കിലും അതിൽ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും വരുന്നുള്ളൂ. അപ്പോൾ പണം തരുന്ന ആളുകൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. പല ആളുകളുടെയും ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, ഞാൻ ഈ പണമൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കുകയാണെന്നുള്ളത്. ആർക്കും ഒന്നും വെറുതെ കൊടുക്കില്ല. ഞാനും ആർക്കും വെറുതെ ഒന്നും കൊടുക്കില്ല. എനിക്ക് പല സോഴ്സുകളിൽ നിന്ന് ആയിട്ട് വരുന്ന പണമാണ്. അതിന് ആ ഒരു പണത്തിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള മറ്റൊരു സാധനം എൻ്റെ കയ്യിൽ നിന്നും പോകുന്നുണ്ട്. ഇത് ആളുകൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സമീപകാലത്ത് ഇതേപോലെയുള്ള പല തട്ടിപ്പ് പരിപാടികളും നടന്നതുകൊണ്ട് പല ആളുകളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അതിന് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മളുടെ നാട്ടിൽ എന്തൊരു കാര്യം വരികയാണെന്നുണ്ടെങ്കിലും അതിൽ 2 വശങ്ങളുണ്ടാവും. പല രീതിയിൽ അത് നല്ല രീതിയിൽ കൊണ്ട്
ചെയ്യുന്നവരും ഉണ്ടാകും, അത് വെച്ച് ഉഡായിപ്പ് നടത്തുന്നവരും ഉണ്ടാകും. അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വിശ്വാസവും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം ഞാൻ യാതൊരു കളങ്കവും വരുത്താതെ ഈ പരിപാടി വളരെ മാന്യമായി വളരെ സത്യസന്ധതയോടുകൂടി നടത്തുമെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ നറുക്കെടുപ്പിനുമായി ബന്ധപ്പെട്ട് എന്നോട് സഹകരിച്ച ആളുകൾക്ക്, അതായത് കൂപ്പൺ എടുത്ത് സഹകരിച്ച ആളുകൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ കൂപ്പണുകൾ എടുത്ത് 5 കൂപ്പണുകൾ, 10 കൂപ്പൺ, 15 കൂപ്പൺ വരെ എടുത്ത ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പല ആളുകളുടെയും ഒരു സംശയം, ഈ ഒരു നറുക്കെടുപ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ എങ്ങനെയാണ് വരിക എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്, നിങ്ങൾ ഒരു പണം കൊടുത്തിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിയാൽ എങ്ങനെയാണോ അതിൻ്റെ ഫോർമാലിറ്റീസ് വരുന്നത് അതേപടി ആയിരിക്കും ഇതിൻ്റെയും രജിസ്ട്രേഷൻ വരുന്നത്. ഫോൺ ചെയ്യുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. രാത്രി 11 മണി 12 മണി സമയങ്ങളിലെല്ലാം ചില ആളുകളൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഒരു 9 മണിക്ക് മുമ്പായിട്ട് 9 മണി വരെയൊക്കെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളൊരു വോയിസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ മറുപടികളും ഞാൻ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള അപ്ഡേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ താമസിയാതെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കുക. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ബ്രോഡ്കാസ്റ്റ് വഴിയായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോൺടാക്ട് നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരികയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.